നീ പറഞ്ഞില്ലേ മുഴുവനും തകർന്നെന്ന്. You said everything you lost. വേദപുസ്തകം പറയുന്നു, The Bible says, ദൈവം ഏലിയാവിന് വേണ്ടി സാരഭത്തിൽ ഒരു വിധവയുടെ വീട്ടിൽ മേശയൊരുക്കി. God prepared a table at Zarephath for Elijah. കർത്താവേ, oh Lord, നിനക്ക് ന്യൂയോർക്കിൽ ഒരുക്കാൻ വയ്യായിരുന്നോ? you should have prepared it in New York. നിനക്ക് യുകെയിൽ ഒരുക്കാൻ വയ്യായിരുന്നോ? You could have prepared it in the UK. എന്തിനാണ് സാരഭത്തിൽ? Why in Zarephath? കർത്താവ് പറഞ്ഞു, The Lord said, നിനക്കറിയാമോ, do you know, ഏലിയാവിന്റെ ശത്രു ഇസബേലാണ്. Jezebel was Elijah's enemy. ആ ഇസബേലിന്റെ നാടാണ് സാരഭത്ത്. Zarephath was a town of Jezebel. എവിടാണോ ശത്രുവിന്റെ ദേശം അവിടെ തന്നെ ദൈവം മേശയൊരുക്കി. Wherever the enemy comes, right in their midst, he shall prepare a table for you. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus this morning. ചില വീടുകൾക്ക് വേണ്ടി മേശ ഒരുങ്ങും. He is preparing a table for you. മേശ ഒരുങ്ങുക മാത്രമല്ല, Not only does he prepare നിന്റെ a table, തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം he ചെയ്യും. anoints your head with oil. നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം He ചെയ്യും. anoints your head with oil. എണ്ണ തലയിൽ മാത്രമല്ല, Not just your head. ആശേരിനോട് പറയുകയാണ്, And he's telling him, ആശേരെ നിന്റെ കാല് എണ്ണയിൽ മുക്കുക. Asher, you dip your foot in oil. എന്ന് വെച്ചാൽ കാൽ എണ്ണയിൽ മുക്കിയിട്ട് നടന്ന പിന്നെ അവൻ നടക്കുന്നിടത്തെല്ലാം എണ്ണ വെളിപ്പെടും. Asher, when he dips his foot in oil, wherever he goes, there shall be a footprint of an oil. ഇന്ന് പകൽ ചിലതിനെ അഭിഷേകത്തിന്റെ എണ്ണയിൽ മുക്കിയെടുത്ത് ദേശങ്ങളിലേക്ക് ദൈവം ഇടാൻ പോകുകയാണ്. Some of you, your feet will be anointed with oil wherever you go. There shall be footprints of the oil of the Holy Spirit. പരാജയം കണ്ട കാല്, The season of failure, തകർച്ച കണ്ട കാല്, the season of brokenness, ദൈവം നിന്നെ അഭിഷേകത്തിൽ മുക്കുകയാണ്. He is anointing your feet with oil. രണ്ട് കരവും